Hi all, welcome to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പലതരത്തിലുള്ള ചോദ്യങ്ങളും സെന്റൻസുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവ് എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു. പതിവായി നടക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവിൽ പറയുമ്പോൾ ഡസിൻറ്റ്, ഡോണ്ട് ഇവയെല്ലാം ചേർത്തിട്ടാണ് പറയുക. അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡിഡിൻറ്റ് എന്ന വാക്ക്, ഡിഡ് നോട്ട്. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ നാളെ ഒരു സംഭവം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ എപ്പോഴും വില്ലിന്റെ കൂടെ നോട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഷാലിന്റെ കൂടെ നോട്ട് ചേർത്തിട്ടാണ് പറയാം. അവിടെ വില്ലിന്റെ കൂടെയാണ് നമ്മൾ നോട്ട് ചേർക്കുന്നെങ്കിൽ വിൽ നോട്ട്, വോണ്ട് എന്നും, ഷാലിന്റെ കൂടെ ഷാൻഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഷാൽ നോട്ട് എന്ന് തന്നെ അധികം പേരും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് കുറച്ചുകൂടെ സെന്റൻസുകൾ നമുക്കുണ്ടാക്കാം. നമുക്ക് പലപ്പോഴും കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഹാഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഹാഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ടെൻസ് കുറച്ചറിയുന്ന ആൾക്കാരൊക്കെ അത് പെർഫെക്റ്റിലായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഹാഡ് എന്നത് സബ്ജക്റ്റിന് ശേഷം വെർബിന് പകരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഹാഡിന് ശേഷം വെർബിന്റെ തേർഡ് ഫോം വരുമ്പോഴാണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. അതുപോലെ ഹാവ് എന്നത് നമ്മൾ കാണുമ്പോൾ സബ്ജക്റ്റിന് ശേഷം നേരെ വെർബിന്റെ പൊസിഷനിൽ ഹാവോ ഹാസോ വന്നാൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പതിവായി നടക്കുന്നു എന്ന് അർത്ഥം അതിന് വരികയുള്ളൂ. ഒരു പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ് പറയുക. ഓക്കെ, നമുക്ക് ഇന്ന് അതുപോലെ സംശയം വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ഈ സെന്റൻസുകൾ നോക്കാം. ഐ ആം എ ഡ്രൈവർ. ഇവിടെ ഞാൻ ഡ്രൈവർ ആകുന്നു എന്ന് മാത്രമാണ് നമ്മൾ കുറെ മുമ്പ് കേട്ടതാണ്. ഐ വാസ് എ ഡ്രൈവർ, ഞാൻ ഡ്രൈവർ ആയിരുന്നു. ഇപ്പോഴില്ല, ആയിരുന്നു. ആൻഡ് ഐ വിൽ ബി എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവർ ആകും. ഇത് മൂന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയെല്ലാം നോക്കാം ആം എന്നതിന് ശേഷം പ്രത്യേകം വെർബൊന്നുമില്ല. അപ്പൊ ഇത് ആം തന്നെയാണ് ഇതിലെ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ വാസിന് ശേഷവും വെർബില്ല, ഇവിടെ ഒരു നൗൺ മാത്രമാണുള്ളത്, ഒരു പേര് മാത്രമാണുള്ളത്, അല്ലെ? അതുപോലെ ഐ വിൽ ബി എ ഡ്രൈവർ. ഇപ്പൊ വിൽ ബി കാണുമ്പോഴത്തേക്ക് അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമെന്നൊക്കെ ടെൻസ് കുറച്ച് പഠിച്ചവർ, നന്നായി പഠിച്ചവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. പക്ഷെ വിൽ ബി എന്നതിന് ശേഷം നമ്മൾ ഒരു നൗൺ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ തന്നെയായിരിക്കും. ഞാനൊരു ഡ്രൈവർ ആയിരിക്കും. ഐ വിൽ ബി എ ഡ്രൈവർ, ഞാൻ ഡ്രൈവർ ആയിരിക്കും. ഇനി ഇവിടെയും ആം വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് വെർബ് വന്നിട്ടുണ്ട്, ING ഫോം ഉണ്ട്. അപ്പൊ ഞാൻ ഡ്രൈവറാണ്, ആം ഡ്രൈവിംഗ്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ആം വരുന്നതിന് ശേഷം വെർബിന്റെ കൂടെ ING ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തുടരുന്നൊരു കാര്യവും. ഇത് നിലവിൽ ഇദ്ദേഹം ഡ്രൈവർ ആകുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റും ഇത് പ്രസന്റ് കണ്ടിന്യൂസുമാണ്. ഇനി ഐ വാസ് എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവർ ആയിരുന്നു. ആൻഡ് ഐ വാസ് ഡ്രൈവിംഗ് എ ട്രക്ക്, ഞാനൊരു ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡ്രൈവിംഗ് എ ട്രക്ക്. ഐ വാസ് ഡ്രൈവിംഗ് എ ടൂറിസ്റ്റ് കാർ ഓർ ടൂറിസ്റ്റ് ടാക്സി. ഇനി ഐ വിൽ ബി എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവർ ആകും. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരു ഡ്രീമാണ്. ഇറ്റ്സ് മൈ ഡ്രീം ടു ബി എ ഡ്രൈവർ ആൻഡ് ഐ വിൽ ബി ഡ്രൈവർ. ഇനി ഐ വിൽ ബി ഡ്രൈവിംഗ്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു, ഇവിടെ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്തു. അറ്റ് പ്രസന്റ് ഐ ആം ഡ്രൈവിംഗ്. ഇതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെ എന്താണ് എന്ന് സംശയം വേണ്ട. ഇപ്പൊ ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബോസ്, ഹീസ് മൈ CEO, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ ഈസ് എന്നതിന് ശേഷം ഒരു വെർബും ING വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസും ആകും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ തെറ്റില്ല. അതുപോലെ എഴുതുന്നിടത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് എഴുതാനും കഴിയും. അപ്പൊ ഇതിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായി ചോദിച്ചിരുന്ന ചോദ്യം, ഒരാളുടെ ജോലി എന്താണോ, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ഈസ് ഹി, വാട്ട് ആർ യു, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശരിക്കും ഒരാളുടെ കണ്ടീഷൻ അറിയാനും ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ചോദിക്കും, വാട്ട് ആർ യു എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം എ ഡ്രൈവർ എന്ന് പറയാം. വാട്ട്സ് യുവർ ജോബ്, അപ്പൊ അയാൾ പറയും ഐ എം എ ഡ്രൈവർ. വാട്ട് വാസ് യുവർ ജോബ്, അപ്പോ അയാൾ പറഞ്ഞു ഐ വാസ് എ ഡ്രൈവർ. വാട്ട് വിൽ യു ബി, വാട്ട് വിൽ യു ബി യുവർ ജോബ്, നിങ്ങളുടെ ജോലി എന്തായിരിക്കും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ജോലി ആയിരിക്കും എന്ന് ചോദിക്കാം. അപ്പൊ ഐ വിൽ ബി എ ഡ്രൈവർ, നോട്ട് നൗ, ഇൻ ഫ്യൂച്ചർ. ഐ എം ലേണിംഗ് ഡ്രൈവിംഗ് റൈറ്റ് നൗ, ഐ എം ലേണിംഗ്
ഡ്രൈവിംഗ് റൈറ്റ് നൗ അതവിടെ എത്തി. ഐ ആം ലേണിംഗ് ഡ്രൈവിംഗ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ ഹാവ് ടു ഗെറ്റ് എ ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് ദെൻ ഐ വിൽ ബി ഡ്രൈവിംഗ്. ആൻഡ് ഐ വിൽ ബി എ ഡ്രൈവർ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. ഓക്കെ, നമുക്ക് ഇനി ഇതൊരെണ്ണം കൂടെ നോക്കാം. വേർ ഇസ് റാണി? എവിടെയാണ് റാണി? റാണി എവിടെയാവുന്നു? അവൾ എവിടെയാകുന്നു? നീ എവിടെയാകുന്നു? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ. വേർ വാസ് റാണി? റാണി എവിടെ ആയിരുന്നു? ആൻഡ് വേർ വിൽ റാണി ബി? റാണി എവിടെ ആയിരിക്കും? ഉത്തരങ്ങൾ നോക്കൂ. റാണി ഈസ് ഇൻ ചെന്നൈ. റാണി ചെന്നൈയിലാണ്. അറ്റ് പ്രസന്റ് ഷീ ഈസ് ഇൻ ചെന്നൈ. റാണി ഈസ് ഇൻ ചെന്നൈ. Then റാണി വാസ് ഇൻ ചെന്നൈ. റാണി ചെന്നൈയിലായിരുന്നു. ആൻഡ് റാണി വിൽ ബി ഇൻ ചെന്നൈ. അപ്പൊ ഈ മൂന്നാമത്തെ ചോദ്യമാണ് വേർ വിൽ റാണി ബി? റാണി വിൽ ബി ഇൻ ചെന്നൈ. ഇനി നമ്മളൊരു കാര്യം ചെറിയൊരു മാറ്റം വരുത്തിയ എവിടെയാണ് റാണി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേർ ഈസ് റാണി വർക്കിംഗ് അല്ലെ? വർക്കിംഗ് എന്നാണ് ഉച്ചാരണം. വേർ ഈസ് റാണി വർക്കിംഗ്? റാണി എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എങ്ങനെയായിരിക്കും ഉത്തരം? അപ്പോഴത്തേക്ക് ഈ ടെൻസ് മാറും. ഇവിടെ ഈസിന് ശേഷം പ്രവൃത്തിയെ കാണിക്കുന്ന ഒന്നുമില്ല. പ്രവൃത്തിയെ കാണിക്കുന്ന പദങ്ങളാണ് വെർബ്. ഇവിടെ വെർബില്ല. ഈസിന് ശേഷം ഒരു വെർബ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകിൽ മൂന്നാമത്തെ രൂപ അല്ലെങ്കിൽ ING ഫോമാണ് ചേർക്കുക. സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ആക്റ്റീവ് വോയിസിലാണ്. അപ്പൊ ഇവിടെ ING ഫോമാണ് വരിക. അപ്പൊ നമുക്ക് നോക്കാം. വേർ ഈസ് റാണി? വേർ ഈസ് റാണി വർക്കിംഗ്? എവിടെയാണ് റാണി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? റാണി ഈസ്, ഇവിടെയാണ് നമ്മൾ വർക്ക് എന്നുള്ള വാക്ക്. വർക്കിംഗ് ഇൻ ചെന്നൈ. റാണി ഈസ് വർക്കിംഗ് ഇൻ ചെന്നൈ. ആൻഡ് വാസ് റാണി വർക്കിംഗ്? എവിടെയായിരുന്നു റാണി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോഴില്ല. അറ്റ് പ്രസന്റ് ഷീ ഈസ് നോട്ട് വർക്കിംഗ് ദേർ. ഷീ ഈസ് ടേക്കിംഗ് റെസ്റ്റ് അറ്റ് ഹെർ ഹോം ആൻഡ് ഷീ ഹാസ് സം ഹെൽത്ത് ഇഷ്യൂസ്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വാസ് റാണി വർക്കിംഗ്? ആൻഡ് റാണി വാസ് വർക്കിംഗ് ഇൻ ചെന്നൈ. ഇനി റാണി എവിടെ ആയിരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോ വേർ വിൽ റാണി ബി വർക്കിംഗ്? ഏറ്റവും അവസാനം ING ചേർത്താൽ, വെർബിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ ടെൻസേ ചേഞ്ച് ആവും. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ്, ഇത് സിമ്പിൾ പാസ്റ്റ്, ഇത് സിമ്പിൾ ഫ്യൂച്ചർ. ഈ ചോദ്യത്തിന്റെ കൂടെ ഇവിടെ എല്ലാം നിങ്ങൾ ING ചേർക്കുന്നതോടെ അതെന്തായി മാറും? അത് കണ്ടിന്യൂസ് ടെൻസ് ആവും. പ്രസന്റ് കണ്ടിന്യൂസ് ആവും. ഇവിടെ ING ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസിലെ ചോദ്യമാകും. ഇവിടെ ING ചേർത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ ചോദ്യമാകും. അതിനനുസരിച്ച് ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓക്സിലറിക്ക് ശേഷം ING ചേർത്തൊരു വെർബ് പറയും. അതാണ്. അപ്പോ എവിടെയാണ് റാണി ഇപ്പൊ ഇരിക്കുന്നത്? പ്രസന്റിൽ എവിടെയാണ് അവൾ ഇരിക്കുന്നത്? ഇരിക്കാൻ തന്നെ കുറച്ച് നേരമായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വേർ ഈസ് റാണി സിറ്റിംഗ്? അത്രേ ഉള്ളൂ. വാസ് റാണി സിറ്റിംഗ് ആൻഡ് വിൽ റാണി ബി സിറ്റിംഗ്? അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ആണെന്നും ഇനി ING ചേർത്ത് പറയുന്നതെല്ലാം കണ്ടിന്യൂസ് ടെൻസ് ആണെന്നും മനസ്സിലാവും. നമുക്ക് നോക്കാം. ചെറിയ മാറ്റം വരുത്തി. ING ചേർത്തപ്പോഴത്തേക്ക് ടെൻസ് എല്ലാം ചേഞ്ച് ആയി. മറ്റൊന്ന് നമ്മൾ വേർ ഈസ് റാണി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ പ്രസന്റ് ആയി. വേർ ഈസ് റാണി വർക്കിംഗ്? ING വന്നു. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി, തുടർന്നുകൊണ്ടിരിക്കുന്നു. റാണി എവിടെയാണ് ജോലി ചെയ്തത്? റാണി ഈസ് വർക്കിംഗ് ഇൻ ചെന്നൈ. മറ്റേ നമ്മൾ റാണി ഈസ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ജോലി ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചെന്നൈയിലാകുന്നു. ഇവിടെ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വേർ വാസ് റാണി വർക്കിംഗ്? എവിടെയാണ് റാണി ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോഴല്ല, അന്ന് എവിടെയാണ്? റാണി വാസ് വർക്കിംഗ് ഇൻ ചെന്നൈ. റാണി ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇനി അടുത്തത് വേർ വിൽ റാണി ബി വർക്കിംഗ്? ഇവിടെ രണ്ട് ഓക്സിലറീസ്, രണ്ട് പീസുകൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്ട് സെന്ററിലേക്ക് നടുക്കൊക്കെ വന്നു. ഒന്നാമത്തെ ഓക്സിലറിക്ക് ശേഷം വന്നു വേർ വിൽ റാണി ബി വർക്കിംഗ്? വേർ വിൽ റാണി ബി വർക്കിംഗ്? മെല്ലെ മെല്ലെ പറഞ്ഞാൽ മതി, പിന്നീട് അത് സ്പീഡ് ആയിക്കോളും. നോക്കാം. റാണി വിൽ ബി വർക്കിംഗ് ഇൻ ചെന്നൈ. റാണി ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ING ഫോമുകൾ ഇവിടെ നിന്ന് പോകുന്നതോടെ ഇത് വേറെ ടെൻസ് ആയി. അപ്പൊ നമുക്ക് ഈ ING മാത്രം, ING ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നോക്കാം. ഈ ING ഫോം നമ്മൾ ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് ഇത് മാറ്റി. അപ്പോഴത്തേക്ക് ഇത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഇങ്ങനെയുള്ള ടെൻസിലേക്ക് മാറുന്നു. റാണി ഈസ് ഇൻ ചെന്നൈ, സിമ്പിൾ പ്രസന്റ്. റാണി ഈസ് വർക്കിംഗ് ഇൻ ചെന്നൈ, പ്രസന്റ് കണ്ടിന്യൂസ് ആയി. റാണി വാസ് ഇൻ ചെന്നൈ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. എന്നാൽ റാണി വാസ് വർക്കിംഗ് ഇൻ ചെന്നൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. അതേപോലെ റാണി വിൽ ബി ഇൻ ചെന്നൈ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. എന്നാൽ റാണി വിൽ ബി വർക്കിംഗ് ഇൻ ചെന്നൈ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. ഇങ്ങനെ നമുക്ക് ടെൻസുകളിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. വളരെ എളുപ്പമായിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കാണുക.
നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും നല്ലൊരു കണ്ടന്റുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്